ഹലോ ഫ്രണ്ട്സ്, നാട്ടിൽ അവധിക്ക് പോയിട്ട് ഒരു 2 സിനിമയെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം. ഈ പ്രാവശ്യം വെറും 2 ആഴ്ചത്തേക്കായിരുന്നു ഞങ്ങൾ നാട്ടിൽ അവധിക്ക് പോയത്. ഞങ്ങൾ നാട്ടിൽ കാല് കുത്തേണ്ട താമസം. പിന്നെ പെരുമഴയായിരുന്നു അവിടെ. മഴയാണെങ്കിലും സാരമില്ല, എന്തായാലും സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പത്തനംതിട്ട ട്രിനിറ്റി മൂവി മാക്സിൽ സെക്കൻഡ് ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. 9:15 സെക്കൻഡ് ഷോ തുടങ്ങുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 8 മണിക്ക് തന്നെ ഇറങ്ങി. എൻ്റെ കുട്ടികൾ ചേട്ടൻ്റെ വീട്ടിലായിരുന്നുകൊണ്ട് അവരെയും പിക്ക് ചെയ്തിട്ട് വേണമായിരുന്നു സിനിമയ്ക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. സെക്യൂരിറ്റി പറഞ്ഞു അകത്ത് പാർക്കിംഗ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറ്റി പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് തിയേറ്ററിൻ്റെ അകത്ത് കാണാം. ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സിനിമ സെക്കൻഡ് ഫ്ലോറിലാണ് പ്രദർശിപ്പിക്കുന്നത്. എന്നാൽ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയപ്പം അവിടെ പോപ്കോണും ജ്യൂസും ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനുള്ളിലെത്തി. ഞങ്ങൾ ബാൽക്കണി സീറ്റായിരുന്നു എടുത്തിരുന്നത്. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് സിനിമയ്ക്ക് കയറാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇടക്കാല ആശ്വാസത്തിന് കുറച്ച് പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ തട്ടുദോശ കഴിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് സെറ്റിലായി. കയറി ഇരുന്ന പാടെ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. എൻ്റെ ശല്യം സഹിക്ക വയ്യാണ്ട് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും പോയിട്ട് പോപ്കോണും ജ്യൂസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എനിക്ക് വിശക്കുന്നു. അങ്ങനെ സിനിമ തുടങ്ങി. Saidi, Ana Satasawaj. Guru Vayur Ampala Nadail. Guru Vayur Ampana Nadail. Correct, sir. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് വെളിയിലിറങ്ങി നോക്കിയപ്പോഴോ ദൈവമേ, പെരുമഴ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ തട്ടുദോശ കഴിക്കാനുള്ള പ്ലാൻ എല്ലാം വെള്ളത്തിലായി. പോപ്കോണൊക്കെ കഴിച്ചുകൊണ്ട് അത്ര വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. എന്നാലും തട്ടുദോശ കഴിക്കാൻ പറ്റിയില്ലല്ലോ, അതാ സങ്കടം. ഇനി സിനിമയെക്കുറിച്ച് പറയാം. സിനിമ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഹൈപ്പായിരുന്നു. പക്ഷെ അത്രയ്ക്കൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. എന്നാൽ ശരി, പാതിരാത്രിയായി, ഇനി പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.